സോ അങ്ങനെ മകനെ കൊന്നവരോട് ബെൻസ് റിവെഞ്ച് എടുക്കുന്നു. ഇത് സ്റ്റോറി കൊള്ളാം, പക്ഷേ ഇതിൽ കുറേ മാറ്റം വരുത്തണം. എന്ത് മാറ്റം? നല്ല സ്ക്രിപ്റ്റ് അല്ലേ? ഞാനെങ്ങനെ ഈ ബെൻസ് എന്നുള്ള പേരൊക്കെ വെച്ച്? ഞാൻ ഒരു മെഗാസ്റ്റാർ അല്ലേ? മിനിമം ഒരു റോൾസ് റോയ്സ് എങ്കിലും വേണ്ടേ? ഓക്കെ, എന്നാൽ ബെൻസ് മാറ്റി റോൾസ് റോയ്സ് നാക്കാം. സാറിന് ബാക്കി എല്ലാം ഓക്കെ അല്ലേ? അല്ല, ഈ ടൈറ്റിൽ വരുമ്പോൾ ആനയെ കാണിക്കുന്ന ഒരു സീനില്ലേ? ആ അതില് ആന വേണ്ട. അല്ല, ആന ആകുമ്പോ ഒരു ജയന്റ് അനിമൽ അല്ല, നമുക്ക് ആ ഒരു പവർ ഫീൽ. അല്ല, ഡൈനോസർ മതി. ഡൈ എന്തേ? ഒന്നുമില്ല. ആ ഇതുപോലെ വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടോ? സജഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്, മൊത്തത്തിലൊന്ന് പൊളിച്ച് ചെയ്തണം. ഹീറോയിനായിട്ട് ഓവർ ഏജ്ഡ് ആയിട്ടുള്ള ആക്ട്രസ് ഒന്നും വേണ്ട, ശ്രുതി ഹാസൻ മതി. പിന്നെ കൺമണി പൂവ് എന്ന് പറഞ്ഞ സോങ്ങിന്റെ അവിടെ പകരം നമ്മളൊരു ഐറ്റം സോങ് പ്ലേസ് ചെയ്യുന്നു. അതിന്റെ ഇടയ്ക്ക് എന്റെ ഒരു മാസ്റ്റർ പീസ് സിഗ്നേച്ചർ ഐറ്റം കൂടി വരുന്നു, ഹീറോയിന്റെ പൊക്കിളിൽ വരണ്ടല്. പിന്നെ ഈ മോനെ കൊല്ലുക എന്നുള്ള ആ ഒരു പരിപാടി വേണ്ട. അല്ല സാറേ, ഈ മോനെ കൊന്ന റിവെഞ്ച് എടുക്കുന്ന പരിപാടി ആകുമ്പോൾ എമോഷണലി കുറച്ചുകൂടി കണക്റ്റ് ആവും, അതങ്ങനെ വർക്കാവും. അത് ശരിയാണ്, പക്ഷെ 20 വയസ്സുള്ള മോൻ എന്നൊക്കെ പറയുമ്പോൾ ഈ റോൾസ് റോയ്സ് വല്ലാതെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോലെ തോന്നും. അപ്പൊ ഈ ഐറ്റം സോങ് പരിപാടിയൊന്നും ഇങ്ങനെ വർക്കാവില്ല. ഐറ്റം സോങ്ങും വിലട്ടല്ലോ നമുക്ക് എന്തായാലും മസ്റ്റ് ആണല്ലോ. പിന്നെ ഈ വില്ലൻ ക്യാരക്ടർ ജോർജ് സാർ ഒരു സാധാ പോലീസുകാരനല്ലേ, അത് വേണ്ട. പകരം നമുക്ക് ആന്ധ്രയിലെ CM വില്ലനാക്കാം. അല്ല, ഈ CM എങ്ങനെ വില്ലനാകും? അപ്പർ കാസ്റ്റിലുള്ള CMന്റെ മോനും പിന്നെ ഈ റോൾസ് റോയ്സിന്റെ പെങ്ങടെ മോളും കൂടെ പ്രണയത്തിലാവുന്നു. എന്നിട്ട് CMന്റെ ആൾക്കാർ ഈ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. ഇതറിഞ്ഞ റോൾസ് റോയ്സ് CMന്റെ വീട്ടിൽ കയറി CMന്റെ എല്ലാ ഗുണ്ടകളെയും കൊല്ലുന്നു. കഴിഞ്ഞ ഇല്ല, ടേലന്റില് കമ്മീഷണർ ഓഫീസിന്റെ മുന്നിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി CMന്റെ തല കമ്മീഷണറുടെ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് റോൾസ് റോയ്സ് പറയും മാസായിട്ട്, నేను അറസ്റ്റ് ചെയ്യണ്ടേ, എന്നെ അറസ്റ്റ് ചെയ്യൂ.